ഹലോ ഓൾ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ സബ്ജക്റ്റ് ആയ MSW 004ന്റെ ഇത് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന സബ്ജക്റ്റിന്റെ ആദ്യത്തെ ബ്ലോക്ക് സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് ചേഞ്ച് എന്ന ആദ്യത്തെ ബ്ലോക്കിന്റെ ആദ്യത്തെ യൂണിറ്റ്, അതായത് മൈഗ്രേഷൻ എന്നാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര്. മൈഗ്രേഷനെ പറ്റിയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കൂടുതലായിട്ടും റെഫർ ചെയ്യുന്നത്. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൈഗ്രേഷനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷൻ മൈഗ്രേഷനെ പറ്റിയിട്ടാണ്. മൈഗ്രേഷനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ സെഷനിലൂടെ മനസ്സിലാക്കും. പല ടൈപ്പിലുള്ള മൈഗ്രേഷനെ പറ്റി മനസ്സിലാക്കും. വെയിറ്റ്, നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സിലോട്ട് പോവാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു സെഷനിലൂടെ മെയിൻ ആയിട്ടും നമ്മൾ നോക്കുന്നത്, നമുക്ക് പല സ്ട്രീം ഓഫ് മൈഗ്രേഷൻസ് ഉണ്ട്. ആ പല പല സ്ട്രീം ഓഫ് മൈഗ്രേഷൻസിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് മൈഗ്രേഷന് കാരണമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, മൈഗ്രേഷന് റീസൺ ആയിട്ടുള്ള കോസസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് തിയറീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ തിയറീസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അത് എത്രത്തോളം റെലവെന്റ് ആണ് എന്ന കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ മൈഗ്രേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർമാത്ത് ഉണ്ടല്ലോ, ഒരു ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട്, ആ ഇമ്പാക്ട്, ആ കോൺസിക്വൻസസ് എന്താണ് എന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കാണുന്നതാണ്. അതായത് മൊത്തത്തിൽ നമുക്ക് മൈഗ്രേഷനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു അരച്ച് കലക്കി കുടിക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു നമ്മുടെ ഇൻട്രൊഡക്ഷൻ. നമുക്കറിയാം മൈഗ്രേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് അത്ര വലിയ എന്താ പറയാ, നമ്മൾ അറിയാത്തൊരു ടേം ഒന്നും അല്ല. നമ്മൾ ഒരുപാട് കേട്ടിട്ടൊക്കെ ഉണ്ട്. ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ടൈം പീരീഡ് ആണ്, അല്ലെ? കുറച്ച് ഫ്യൂ ഇയേഴ്സ് ആയിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഈ മൈഗ്രേഷൻ പല രീതിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്, അല്ലെ? അപ്പൊ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സിവിലൈസേഷന്റെ തുടക്കത്തോട് കൂടിയാണ് മൈഗ്രേഷന്റെ തുടക്കവും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആ സമയത്ത് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരുടെ എവല്യൂഷൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക്, അതായത് നമ്മുടെ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഐസ്ലൻഡ് പോലത്തെ ഉള്ള കൺട്രീസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി കഴിഞ്ഞ് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, അവിടെ ഉള്ള ആൾക്കാർ അതായിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ ബോഡിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അവർ അതായിട്ട് സെറ്റ് ആയിട്ടിരിക്കുക. പക്ഷെ ഇവിടെ നിന്ന് ഒരാൾ അവിടെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എക്സ്ട്രാ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അതെല്ലാം മൈഗ്രേഷന്റെ ആ ഒരു സൊസൈറ്റൽ എവല്യൂഷൻ ഒക്കെ ആണെന്ന്, നമ്മുടെ ഓൺ എവല്യൂഷൻ ആണെന്നുണ്ടെങ്കിലും സൊസൈറ്റൽ ആയിട്ടുള്ള എവല്യൂഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ബാധിച്ചിട്ടൊക്കെ ഉണ്ട് ഈ മൈഗ്രേഷൻ. അതുകൂടാതെ തന്നെ പല പല സിവിലൈസേഷൻ ഉണ്ടായതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രേഷൻ ആണ്, അല്ലെ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ കേരളത്തിലെ പല പല ഫ്രഞ്ചുകാർ വരികയാണെങ്കിലും പോർച്ചുഗീസുകാർ, അവരൊക്കെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് വന്ന് അവരിൽ കുറച്ച് പേര് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് താമസമാക്കി പോയ ഒരുപാട് ആൾക്കാരൊക്കെയാണ്. അപ്പം പുതിയ പുതിയ സിവിലൈസേഷന്റെ റൈസസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈ മൈഗ്രേഷൻ കാരണം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തുടക്കത്തില് നമ്മുടെ ആദ്യ മനുഷ്യർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ കൂടുതലായിട്ട് മൈഗ്രേറ്റ് ചെയ്തത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും, അതിനുശേഷം അവർക്ക് പിന്നെ ഉണ്ടായതാണ് നമ്മുടെ ഈ കാറ്റിൽ കൾച്ചറിങ്, അല്ലെങ്കിൽ ഈ എന്താ പറയാ ഷീപ്പിനെയും പിന്നെ കൗ അങ്ങനെ നമ്മുടെ ഗ്രാസിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പാസ്റ്ററൽ സൊസൈറ്റി എന്നൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് പറയും. ഓക്കെ, അപ്പോ പാസ്റ്ററൽ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക്, അതായത് നമ്മുടെ എന്താ പറയാ ഈ ആട്ടിടയന്മാര് അങ്ങനത്തെ രീതിയിൽ വരുന്ന ആൾക്കാര്, അതായിരുന്നു പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഉണ്ടായത്. അപ്പോ ആ ഒരു സ്ഥലത്ത് പുല്ലിന്റെ അല്ലെങ്കിൽ ഈ കാറ്റിൽസിന്റെ ഫുഡ് കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് അവരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ പാസ്റ്ററൽ സൊസൈറ്റീസ് അങ്ങനെ മാറുന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ പിന്നെ ഇപ്പൊ പാസ്റ്ററൽ സൊസൈറ്റി ഇപ്പോഴും പ്രാക്ടീസിങ് ആട്ടോ. നമുക്കറിയാം നമ്മുടെ ഏഷ്യയിൽ, അതായത് ചൈനയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരുപാട് കുന്ന് മല, ഹിമാലയസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നല്ലോണം കാണാൻ പറ്റും ട്ടോ. അപ്പൊ ഹിമാലയ, ചൈന, പിന്നെ എവിടെയാ നമ്മുടെ പല പല കൺട്രീസ്, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്കയിലൊക്കെ മെയിൻ ആയിട്ട് നമ്മളിപ്പോ വെറുതെ ഒരു ഡോക്യുമെന്ററി എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് അവിടെ പാസ്റ്ററൽ സൊസൈറ്റീസ് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കൺട്രീസിൽ ഇപ്പോഴും അങ്ങനത്തെ സൊസൈറ്റീസ് നമുക്ക് റെലവെന്റ് ആയിട്ട് ഇപ്പോഴും ലൈക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ,
പിന്നെ ഒരു പാസ്റ്ററൽ സൊസൈറ്റി ആ ഒരു പാസ്റ്ററൽ ഏജ് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ വരുന്ന അഗ്രികൾച്ചറൽ സ്റ്റേജ് ആണ്. ഈ അഗ്രികൾച്ചറൽ സ്റ്റേജിന് മെയിൻ ആയിട്ടും ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സ്ലാഷ് ആൻഡ് ബേൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു സ്ഥലത്ത് കാടെല്ലാം കത്തിച്ചിട്ട് അവിടെ നമ്മള് എന്താ പറയാ എന്തെങ്കിലും സാധനങ്ങള് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ കൃഷി തുടങ്ങും. കൃഷി തുടങ്ങി ആ ഒരു സ്ഥലത്തിന്റെ ഫെർട്ടിലിറ്റി തീരുന്ന വരെ അവിടെ അങ്ങനെ കൃഷി ചെയ്യും. കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മൊത്തം ലൈക്ക് അവിടുത്തെ കൃഷി നിർത്തി വേറൊരു സ്ഥലം നമ്മൾ തപ്പിപ്പോകും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് പഠിച്ചിട്ടൊക്കെയുണ്ട്. സ്ലാഷ് ആൻഡ് ബേൺ എന്നൊക്കെയാണ് എനിക്കിപ്പോ ഒരു ഓർമ്മയുള്ള സംഭവം ട്ടോ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് മൈഗ്രേഷൻ അതായത് അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള മൈഗ്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടെ മിലിറ്ററി കോൺഫ്ലിക്ട്സിനെ ബേസ് ചെയ്തിട്ട് മിലിറ്ററി കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഇന്ത്യയുടെ തന്നെ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മൈഗ്രേഷൻ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മൈഗ്രേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഡൽഹിയില് തൈമൂറിന്റെ ഇൻവേഷൻ വന്നപ്പോഴത്തേക്കും അവിടുത്തെ റൂളർ ഉടനെ തന്നെ ഇവിടുന്ന് വിട്ടു പോണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിന് അബദ്ധാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് റിലോക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ഒരുപാട് അതായത് കൂട്ടത്തോടുള്ള മൈഗ്രേഷൻ. ഇപ്പൊ കൂട്ടത്തോടുള്ള മൈഗ്രേഷൻ നമ്മൾ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ഗാസയിലെ സിറ്റുവേഷൻ. അവിടെ അവര് ഫോഴ്സ് ചെയ്ത് അവരെ മൈഗ്രേറ്റ് ചെയ്യിപ്പി അവിടെ ഒരു മാസ് ആയിട്ടുള്ള മൈഗ്രേഷൻ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അത്രയും വലിയൊരു ഇഷ്യൂ അതും ഉണ്ട്. അതും നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മൈഗ്രേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഫോഴ്സ് മൈഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു എക്സാമ്പിൾ ആക്കിയിട്ട് എഴുതാനായിട്ടൊക്കെ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ നമ്മുടെ ട്രേഡിന് വേണ്ടിയിട്ട് കൊമേഴ്സിന് വേണ്ടി നമുക്കറിയാം നമ്മുടെ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ആയിട്ട് ട്രേഡ് കൊമേഴ്സ് ഒക്കെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ രാജാക്കന്മാരുടെ കാലങ്ങളിലൊക്കെ ഭയങ്കര കോമൺ ആയിരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം തന്നെ അത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയുന്ന ഈ മൈഗ്രേഷൻ അത്യാവശ്യം കുറച്ചും കൂടി ഈസിയർ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരു മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും എങ്ങനെ എപ്പോ വേണമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാക്കി മാറ്റിയിട്ടുമുണ്ട്. ഓക്കെ. സോ മൂവിങ് ഓൺ ടു നമ്മുടെ ടോപ്പിക്. മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈഗ്രേഷൻ ശരിക്കും പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പെർമനന്റ് അല്ലെങ്കിൽ സെമി പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അപ്പൊ എന്തിൽ നിന്നുള്ള ചേഞ്ച് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നാളും അവര് വളർന്ന് വന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു റെസിഡൻസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പെർമനന്റ് ആയിട്ടോ സെമി പെർമനന്റ് ആയിട്ടോ മൂവ് ചെയ്യുന്ന ആ ഒരു മാറ്റത്തിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ മൈഗ്രേഷന് സ്പേഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ട്. അതായത് ആ ഒരു സ്ഥലം ഫില്ല് ചെയ്യാൻ സ്പേഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ട്, ടെമ്പറൽ ആയിട്ടുള്ള ആസ്പെക്ട്. രണ്ട് കാഴ്ചപ്പാടുകളാണ് മൈഗ്രേഷൻ ഉള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് അതായത് നമ്മളുടെ ഒരു മരം അവിടുന്ന് വേരോട് കൂടി എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് നടുന്ന പോലെ തന്നെയാണ് മൈഗ്രേഷൻ. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് ആണ്. ഒരു ലൊക്കേഷന്റെ ഷിഫ്റ്റ് ആണ്. അതും അത്യാവശ്യം കുറച്ചധികം ഒരു ലോങ് പീരീഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മൈഗ്രേഷൻ അല്ലാതെ പറയുന്ന പേരാണ് സർക്കുലേഷൻ എന്ന്. സർക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് റിപ്പിറ്റേറ്റീവ് മൂവ്മെന്റ് അതായത് ഷോർട്ട് ടേമിന് വേണ്ടിയിട്ടുള്ള റിപ്പിറ്റേറ്റീവ് മൂവ്മെന്റ് ആണ്. അതായത് എല്ലാ വർഷവും ഈ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ സൈക്ലിക് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മൂവ്മെന്റ് ആണ് ഈ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് പെർമനന്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഒരു ഉദ്ദേശം അവർക്ക് ഉണ്ടാവില്ല. അതായത് ഒന്നല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അവര് ഇറങ്ങുന്ന ഏതൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അവർക്ക് പെർമനന്റ് ആയിട്ട് നിൽക്കാനായിട്ട് വളരെ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ അവരവിടെ നിൽക്കത്തുള്ളൂ. അത് ഒരു സൈക്ലിക് നേച്ചർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. വളരെ ഷോർട്ട് പീരീഡ് മാത്രമേ നിൽക്കത്തുള്ളൂ. അങ്ങനെയുള്ള അവർക്ക് അവിടെ നിൽക്കാനായിട്ട് ലൈക് ലോങ് ടേം സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ദേശം അവർക്ക് അവിടെ ഉണ്ടാവില്ല. പിന്നെ വേറൊരു കൈൻഡ് ഓഫ് മൂവ്മെന്റ് ആണ് ട്രാൻസ് ഹ്യൂമാൻസ് സീസണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ട്രാൻസ് ഹ്യൂമാൻസ് സീസണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്ററൽ സൊസൈറ്റി തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതായത് ഇപ്പോ എന്താ പറയാ നമ്മുടെ പാസ്റ്ററൽ സൊസൈറ്റി കുന്നിന്റെ പൊക്കത്തോട്ട് എന്താ പറയാ അവിടെ വെജിറ്റേഷനും അതെല്ലാം വളർന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പോകുന്നു. അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു വെജിറ്റേഷൻ ഒക്കെ തീർന്ന് അവരുടെ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴോട്ട് ഇറങ്ങുന്നു. പിന്നെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും വളർന്നു കഴിയുമ്പോൾ വീണ്ടും പൊക്കത്തോട്ട് കയറുന്നു. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അവരുടെ ആ ഒരു എന്താ പറയാ കന്നുകാലികളുടെ ഒക്കെ ഒപ്പമായിട്ട് അവരങ്ങനെ കയറുന്നു. അതിനാണ് ട്രാൻസ് ഹ്യൂമാൻസ് സീസണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മൈഗ്രേഷൻ ഉണ്ട്, സർക്കുലേഷൻ ഉണ്ട്, ട്രാൻസ് ഹ്യൂമാൻസ് സീസണൽ മൂവ്മെന്റ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ. മൂവിങ് ഓൺ ടു നമ്മുടെ അടുത്തത്
മൈഗ്രേഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതായത് പല പല കാറ്റഗറി ഓഫ് മൈഗ്രേഷൻ ഉണ്ട്. ചില ആൾക്കാർ മോട്ടിവേഷൻ കാരണം എനിക്ക് ഇവിടുന്ന് ജോലി കിട്ടണം. അപ്പൊ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ കാരണം മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. ഡിസ്റ്റൻസ് കാരണം മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. ടൈം കാരണം മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ലൊക്കേഷൻ കാരണം മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. വേറെ പല പല കാരണങ്ങൾ കാരണം മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. ഓക്കെ. ഇപ്പം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എക്കണോമിക് ആയിട്ടുള്ള, അതായത് കാശ് സമ്പാദിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളാവാം. അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള റീസൺസ് ആകാം. അതായത് എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. അങ്ങനെ സോഷ്യൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര എന്താ പറയാ, ആൾക്കാർ തമ്മിൽ എന്തോ അത്യാവശ്യം നല്ല പ്രശ്നം ആണ്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ സോഷ്യൽ ആയിട്ടുള്ള റീസൺസ് ആകാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഷോർട്ട് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് അങ്ങനത്തെ റിലേറ്റഡ് ആയിരിക്കാം. അതായത് കുറച്ചും കൂടി ദൂരെ പോയി താമസിക്കണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാര്, എന്നെ ആരും അറിയാത്ത സ്ഥലത്തൊക്കെ പോയി താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും ഇടയ്ക്ക് എങ്കിലും നമ്മുടെ ലൈഫിൽ തോന്നിയിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും അത്, അല്ലെ? അപ്പൊ അത് അങ്ങനെ റിലേറ്റഡ് ആയിരിക്കാം. പിന്നെ ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ബേസ് ചെയ്തിട്ടുള്ള മൈഗ്രേഷൻ ആയിരിക്കാം. ചില ആൾക്കാരെന്ന് പറയുന്നത് പഠിക്കാനൊക്കെ ആയിട്ട് അവർ ഷോർട്ട് ടേം ആയിട്ടുള്ള മൈഗ്രേഷന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. വേറൊരു ആൾക്കാർ പെർമനന്റ് ആയിട്ട് ഇവിടുന്ന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള മൈഗ്രേഷൻ ഉണ്ട്. ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻ മൈഗ്രേഷനും ഉണ്ട്, ഔട്ട് മൈഗ്രേഷനും. ഇൻ മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളം. കേരളത്തിനുള്ളിൽ തന്നെ ഇപ്പോ ഇവിടുന്ന് എന്താ പറയാ, നമ്മുടെ ഇപ്പോ എന്താ പറയാ, കോഴിക്കോട് നിന്ന് നമ്മള് എറണാകുളത്തേക്ക് പോവുക, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് നമ്മള് തൃശ്ശൂർക്ക് പോവുക. അതാണ് ഇൻ മൈഗ്രേഷൻ. അതായത് കേരളം എന്നുള്ള ആ റീജിയന്റെ ഉള്ളിൽ വെച്ച് തന്നെയുള്ള മൈഗ്രേഷൻ ആണ് ഇൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഔട്ട് മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഏരിയ വിട്ട് പുറത്തേക്ക്, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് നമ്മള് കർണാടകത്തിലോട്ടോ അല്ലെങ്കിൽ കാശ്മീരിലോട്ടോ അല്ലെങ്കിൽ എന്താ പറയാ വെസ്റ്റ് ബംഗാളിലോട്ടോ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന, ഔട്ട് ഓഫ് ദി ഏരിയ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇൻ മൈഗ്രേഷനും ഉണ്ട്, ഔട്ട് മൈഗ്രേഷനും ഉണ്ട്. മറക്കരുത് കേട്ടോ. ഓക്കെ. പിന്നെ വരുന്നതാണ് ഇന്റേണൽ മൈഗ്രേഷൻ. ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻ മൈഗ്രേഷൻ ആയിട്ട് അടുത്തായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് കൺട്രിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കേന്ദ്ര വിദ്യാലയ സ്കൂൾസിലൊക്കെ പഠിച്ചിരിക്കുന്ന മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയാൻ പറ്റും. അവർ കൂടുതലും ഈ ഇന്റേണൽ മൈഗ്രേഷൻ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു, ഇപ്പൊ പാരന്റ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഒക്കെ കിട്ടിയിട്ട് അവര് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിലൊക്കെ മെയിനായിട്ടും കണ്ടുവരുന്നത്. അല്ലാതെ ഉണ്ട് ട്ടോ. അപ്പൊ അങ്ങനെ ഇന്റേണൽ മൈഗ്രേഷൻ അതായത് നമ്മുടെ കൺട്രിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോർഡേഴ്സും ക്രോസ് ചെയ്ത് പോകുന്നതാണ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഒക്കെ. എന്താ, കാനഡയിലും സ്റ്റുഡൻസ് അല്ല, യൂത്ത് എല്ലാവരും ഉണ്ട് ട്ടോ. യൂത്തും അല്ലാതെ ഉള്ള ആൾക്കാരും എല്ലാം ഇപ്പോ കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിലേക്കും അയർലൻഡിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ചിലപ്പോൾ തോന്നാൻ ചാൻസസ് ഉള്ള ഒരു രണ്ട് ടേം ആണ് ഇമിഗ്രേഷനും എമിഗ്രേഷനും. ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇൻ അതായത് ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇവിടുന്ന് ഞാൻ കാനഡയ്ക്ക് പോകാന്ന് വിചാരിച്ചോ. അപ്പോ ഇത് ഇമിഗ്രേഷൻ. എമിഗ്രേഷൻ അതായത് എമിഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നെറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഈ ഇൻ ആൻഡ് ഔട്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം എന്നുള്ള ഈ റീജിയനിൽ നിന്ന് ഈ ഒരു വർഷത്തെ ഒരു കണക്കെടുക്കാന്ന് വിചാരിച്ചോ. അതായത് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളും ഇങ്ങോട്ടേക്ക് കേരളത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും, ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു നമ്പർ ഉണ്ടല്ലോ, ഈ ഒരു നമ്പറിനെ വെച്ച് നമ്മൾ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം കിട്ടുന്നത്. അതായത് ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും ഡിഫറൻസ് ആണ് നെറ്റ് മൈഗ്രേഷൻ. അതായത് ഇവിടുന്ന് പോയിട്ടുള്ള ആൾക്കാരുടെ നമ്പർ മൈനസ് മറ്റുള്ള സ്ഥലത്ത് നിന്ന് നമ്മുടെ കേരളത്തിലോട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഇസ് ഈക്വൽ ടു നെറ്റ് മൈഗ്രേഷൻ. ഓക്കെ. അപ്പൊ ഇതാണ് നെറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഒറ്റയ്ക്കുള്ളതാവാം. അതാണ് നമ്മളിപ്പോ കാണുന്നത്. അല്ലാതെ മാസ് ആയിട്ടുള്ള മൈഗ്രേഷനും ആകാം. ഓക്കെ. സ്റ്റഡി അബ്രോഡ് പോകുന്ന കുട്ടികളൊക്കെ ഇൻഡിവിജ്വൽ മൈഗ്രേഷൻ ആണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ ജോലി കിട്ടി പോകുന്ന ആൾക്കാരൊക്കെ മാസ് മൈഗ്രേഷൻസ് ഒക്കെ ആയിരിക്കാം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ ആവാം. ഓക്കെ. ഫോഴ്സ് എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് ഇപ്പോ
പല പല സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ പല പല എന്താ പറയാ ഹില്ലി ഏരിയാസിൽ നിന്നും ആൾക്കാര് ഈ കുറെ ഇപ്പൊ നമുക്കറിയാം കുറെ ഉരുൾപൊട്ടൽ അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇത് പേടിച്ചിട്ടുള്ള ഫോഴ്സ്ഡ് മൈഗ്രേഷൻ, അവർക്ക് വേറെ നിവൃത്തിയില്ല, ജീവനിൽ അവർക്ക് ഇനിയും ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് അവർ ആ ഒരു അവരുടെ അത്രയും നാളത്തെ വീടായിരുന്നു അങ്ങനത്തെ ഒരുപാട് സ്ഥലത്ത് നിന്ന് അവരെ മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ വോളണ്ടറി ആയിട്ടുള്ള മൈഗ്രേഷൻ ആവാം. ഓക്കെ. യാഹ്. അപ്പൊ മൈഗ്രേഷൻ എന്ന് പറയുന്നത് മാസ് മൈഗ്രേഷൻ ആവാം, ഇൻഡിവിജ്വൽ മൈഗ്രേഷൻ ആവാം. അതായത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ പുറത്തോട്ട് പോകുന്നത് അങ്ങനെ മാസ് ആയിട്ടുള്ള മൈഗ്രേഷൻ ആവാം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി അബ്രോഡ് പോകുന്ന പോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൈഗ്രേഷൻ ആവാം. പിന്നെ വരുന്നതാണ് ഫോഴ്സ്ഡ് അല്ലെങ്കിൽ വോളണ്ടറി മൈഗ്രേഷൻ. ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാസ പോലുള്ള ഏരിയാസ്, അവിടെ അവർ ഫോഴ്സ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ. ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ആണ് അവിടെ ശരിക്കലായിട്ട് നടക്കുന്നത്. പിന്നെ അല്ലാതെയാണ് വോളണ്ടറി മൈഗ്രേഷൻ. വോളണ്ടറി മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഫോഴ്സ്ഡ് അല്ലെങ്കിൽ വോളണ്ടറി മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ മെയിൻ ആയിട്ടും എന്തെങ്കിലും കോൺഫ്ലിക്ട് കാരണം അല്ലെങ്കിൽ പെർസിക്യൂഷൻ കാരണം ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഗാസയിൽ ഉണ്ടായിരിക്കുന്നത്, പലസ്തീൻ ഗാസയിൽ ഉണ്ടായിരിക്കുന്നത് കോൺഫ്ലിക്ട് കാരണം, ഒരു വാർ ആണ് അവിടെ കോൺഫ്ലിക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ കോൺഫ്ലിക്റ്റ് കാരണം അവരെ ഫോഴ്സ്ഡ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ മൈഗ്രേഷൻ കൂടുതലായിട്ടും നമ്മുടെ ഇന്റേണൽ ആൻഡ് ഇപ്പം മൈഗ്രേഷൻ സ്റ്റഡീസ് കൂടുതലായിട്ട് നടക്കുന്നത് ഇന്റേണൽ മൈഗ്രേഷനും ഇന്റർനാഷണൽ മൈഗ്രേഷനും, ഇത് രണ്ടും തമ്മിലാണ് കൂടുതലായിട്ടും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്റേണൽ മൈഗ്രേഷൻ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും മെയിൻ ഇമ്പോർട്ടന്റ് ഫോക്കസ് ആയിട്ട് വെച്ചുകൊണ്ട് ഇന്റേണൽ മൈഗ്രേഷനും ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ് റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പൊ കൂടുതലും പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു നമ്മുടെ മൈഗ്രേഷൻ സ്ട്രീംസ്. എങ്ങനത്തെ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻസ് ഒക്കെയാണോ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ റൂറൽ ടു അർബൻ മൈഗ്രേഷൻ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് റൂറൽ ടു അർബൻ മൈഗ്രേഷൻ. അതായത് പല കൺട്രീസിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ അർബനൈസേഷനും ഒക്കെ ഉള്ള ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് റൂറൽ ടു അർബൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ടും ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻസ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അർബൻ ഫെസിലിറ്റീസ് തൊട്ടടുത്ത് തന്നെ നമുക്ക് എന്താ പറയാ കടകൾ ഉണ്ടാവാം, ഹോസ്പിറ്റൽസ് ഉണ്ടാവാം, സ്കൂൾസ് ഉണ്ടാവാം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവാം. അങ്ങനെ അർബൻ ഫെസിലിറ്റീസ് നോക്കി അങ്ങനെയാണ് മെയിൻ ആയിട്ടും അർബനിലേക്ക് റൂറൽ മൈഗ്രേഷൻ വരുന്നത്. റൂറൽ നിന്ന് അർബൻ മൈഗ്രേഷൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്. മാത്രമല്ല ഈ ഒരു മൈഗ്രേഷൻ, അതായത് റൂറൽ ടു അർബൻ മൈഗ്രേഷന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവാം. പുഷ് ഫാക്ടർ ഉണ്ടാകാം, പുൾ ഫാക്ടർ ഉണ്ടാകാം. പുഷ് ഫാക്ടർ എന്ന് പറയുമ്പോൾ റൂറൽ ഹാർഡ്ഷിപ്സ്, ഇപ്പൊ അവിടെ ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ എന്താ പറയാ എഡ്യൂക്കേഷൻ ഒന്നും ശരിയാവുന്നില്ല, അങ്ങനെയുള്ള റൂറൽ ഹാർഡ്ഷിപ്പ് കാരണമാവാം. അല്ലാന്നുണ്ടെങ്കിൽ പുൾ ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഒരു പുഷ് ഫാക്ടറും പുൾ ഫാക്ടറും ഓർത്തിരിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അവരെ പുറത്തോട്ട് തള്ളിവിടുന്ന കാര്യങ്ങളാണ് പുഷ് ഫാക്ടർ എന്ന് പറയുന്നത്. പുൾ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പുള്ള് ചെയ്യുക, അവരെ ആ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ ആകർഷിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതാണ് പുഷ് ഫാക്ടറും പുൾ ഫാക്ടറും. അങ്ങനെ ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ മൈഗ്രേഷന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റൂറൽ ടു അർബൻ മൈഗ്രേഷന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിനകത്ത് ഏറ്റവും മാസീവ് ആയിട്ടുള്ള, അതായത് ഭയങ്കര അധികം ഏറ്റവും കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സമയത്താണ്. അതായത് ഒരു 18ാം നൂറ്റാണ്ടിന്റെ ഒരു പകുതി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ മാസ് മൈഗ്രേഷൻ ഒക്കെ നമ്മൾ കണ്ടുവന്നത്. അതും ഇംഗ്ലണ്ടിലാണ് അത് കണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് മെൻഷൻ ചെയ്യുന്നത് ഒരു ആഡഡ് ബെനിഫിറ്റ്, ലൈക്ക് ആഡഡ് പോയിന്റ് കിട്ടാനായിട്ട് ചാൻസസ് ഒക്കെ കൂടുതലുള്ള കുറച്ച് പോയിന്റ്സ് ആട്ടോ. അതുകൂടാതെ തന്നെ ഈ ഒരു നമ്മുടെ കണക്ക് പ്രകാരം നമ്മുടെ കുറെ സർവേസ്, ഇപ്പൊ ഓരോ കൺട്രീസിൽ ഇങ്ങനെ മൈഗ്രേഷന്റെ റിലേറ്റഡ് ഒരുപാട് സർവേസ് ഒക്കെ നടക്കണ്ടല്ലോ. അപ്പൊ കണക്ക് പ്രകാരം നമ്മുടെ US 1800 ആ ഒരു 1800 5% ആയിരുന്നു നമ്മുടെ അർബൻ പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ 1920 1920 ആയപ്പോഴത്തേക്കും അത് 50% 5ൽ നിന്ന് 50, എന്ത് ഭയങ്കര ഒരു 45% ഇൻക്രീസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റിയിരിക്കുന്നത്. അപ്പൊ US ഞാൻ പറഞ്ഞത് അതും 1920 കണക്കാ. ഇപ്പോ അതെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാകും. പിന്നെ ഇന്ന്, അതായത് പ്രസന്റ്ലി നമ്മുടെ ഡെവലപ്പ് കൺട്രീസിലെ ഒരു 3/4 3% പോപ്പുലേഷനും ഈ അർബൻ ഏരിയാസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു വന്ന ആൾക്കാരാണ്.
ഓക്കെ. അതും ഒരു വേറൊരു കാര്യമാണ്. പിന്നെ എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽസ് മെയിൻലി മെയിൽസ് മൂവ് ടു അർബൻ സെന്റേഴ്സ് ഫോർ ജോബ്സ്. അതായത് കൂടുതലായിട്ടും നമ്മുടെ ഇപ്പൊ എന്താ പറയാ ഫീമെയിൽസിന്റെ കേസിൽ ഇല്ലെന്നല്ല, എന്നാലും കൂടുതലായിട്ടും മെയിൽസ് ആണ് നമ്മള് ഒരു ജോലി അന്വേഷിച്ച് പുതിയൊരു സ്ഥലത്തിലോട്ട് കൂടുതലായിട്ടും മൂവ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയായിട്ട് കണ്ടുവരുന്നുണ്ടായിരുന്നു ഒരു ടൈം പീരീഡ് വരെ. ഓക്കെ. പിന്നെ അതുകൂടാതെ അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും എന്ന് പറയുന്നത് ഇപ്പൊ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ഇതെല്ലാം തന്നെ കൂടുതലായിട്ടും ഒരു ഡെവലപ്പിംഗ് കൺട്രീസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ അർബനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആണെങ്കിൽ ഭയങ്കര കൂടുതലായിട്ട് കാണപ്പെടുന്ന കുറച്ച് കൺട്രീസ് ആണ്. ലൈക് ഏഷ്യ, ആഫ്രിക്ക കൺട്രീസ് അല്ല, കോണ്ടിനെന്റ്സ് ആണ് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. ഓക്കെ. അപ്പൊ റൂറൽ അർബൻ ഇമിഗ്രേഷൻ റൂറൽ അർബൻ മൈഗ്രേഷൻ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ. റൂറൽ അർബൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോണ്ടിനെന്റ്സിലൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ റൂറൽ ടു അർബൻ മൈഗ്രേഷൻ എന്ന് പറയുന്നതാണ് ഈ അർബൻ ഏരിയാസിലെ പകുതിയിലും മുക്കാലും പോപ്പുലേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് റൂറൽ ടു അർബൻ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ് ആ ഒരു കോൺട്രിബ്യൂഷനിൽ മെയിൻ പങ്ക് വഹിക്കുന്നത്. അറൌണ്ട് ഒരു 20 മില്യണോളം ആൾക്കാർ റൂറൽ ടു അർബൻ ഏരിയാസിലോട്ട് ആനുവലി ഒരു വർഷം നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ 20 മില്യൺ ആൾക്കാർ ട്ടോ. 20 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എത്രത്തോളം ആൾക്കാരായിരിക്കും അല്ലേ? മാത്രമല്ല ഈ റൂറൽ ടു അർബൻ ആയിട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതായത് കുറച്ച് എന്താ പറയാ എന്താ പറയാ ഇമ്പാക്ട് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ആഫ്റ്റർ മാത്ത് പോലെ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഓവർ ക്രൗഡിങ്. ഭയങ്കര തിക്കും തിരക്കും നിറഞ്ഞ ഏരിയാസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുക. ഓവർ ക്രൗഡിങ് ഭയങ്കര ഒരു പ്രശ്നമുള്ള ഏരിയ ആണ്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ട്രാഫിക് ഒക്കെ അഫക്ട് ചെയ്യും. അല്ലെ? നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ കൊച്ചി ട്രാഫിക് എന്ത് ട്രാഫിക്കാ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് വൈറ്റില ട്രാഫിക്, കൊച്ചി ട്രാഫിക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഓവർ ക്രൗഡിങ് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. വാട്ടർ സ്കേസിറ്റി ഇത്രത്തോളം ഉള്ള ആൾക്കാരെ അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം പോലും നമുക്ക് ചിലപ്പോൾ കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ വാട്ടർ സ്കേസിറ്റി ഉണ്ട്. പുവർ സാനിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ സ്ലംസിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പുവർ ആയിട്ടുള്ള സാനിറ്റേഷൻ. അല്ലെങ്കിൽ ഒരൊറ്റ ഒരു റൂമിൽ തന്നെ, അല്ലെങ്കിൽ ഒരൊറ്റ ഒരു വീട്ടിൽ തന്നെ ഒരു 10, 12 പേര് ഒരുമിച്ച് കുത്തിനിറച്ച് താമസിക്കുക. അതും ഒരു ഇഷ്യൂ ആണ്. ഇപ്പൊ നമ്മളുടെ എക്സാമ്പിൾ പറയാൻ നമ്മുടെ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന നമ്മുടെ എന്താ പറയാ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അവരുടെ ഒരു ഏരിയ എടുത്താൽ മതി. അവര് ഒരൊറ്റ വീട്ടില് ഒരു 10, 20 ആൾക്കാരൊക്കെ ആയിരിക്കും അവര് താമസിക്കുന്നത്. അവിടെ കിടന്ന് ഉറങ്ങുന്നത്. ഓക്കെ. അങ്ങനത്തെ ഉള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇന്നാഡിക്വേറ്റ് ഹൗസിങ്. അവര് വെറുതെ ഒരു ഷെഡ് പോലത്തെ വല്ല സംഭവത്തിലൊക്കെ ആയിരിക്കും അവർ കെട്ടി താമസിക്കുക. അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഇന്നാഡിക്വേറ്റ് ഹൗസിങ് ഉണ്ട്. പിന്നെ ഗ്രോത്ത് ഓഫ് സ്ലംസ്. സ്ലം ഏരിയാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ചും കൂടെ അവർക്ക് എക്കണോമിക്കലി പറ്റുന്നത് സ്ലം ഏരിയ, ലൈക് അവർക്ക് പെട്ടെന്ന് ഒരു മാറ്റം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് കാശ് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവര് ഓപ്റ്റ് ചെയ്യുന്ന ഏരിയ ആയിരിക്കും സ്ലം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെ താമസിക്കുമ്പോഴത്തേക്കും സ്ലം ഏരിയാസും പൊതുവെ കൂടാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ ഇടയിൽ എന്താ പറയാ ഉണ്ടാവുന്ന വാട്ടർ സ്കേസിറ്റി ആണെന്നുണ്ടെങ്കിലും അല്ലാതെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഹൈജീൻ ഒക്കെ ചിലപ്പോൾ കുറവൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവഴി നമ്മുടെ എപ്പിഡമിക്സ് ഉണ്ടാകാം. അതല്ലാതെ നമ്മുടെ പുവർ ആൻഡ് വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷനെയൊക്കെ ഒരു പകുതി മുക്കാലും അഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ. നൗ മൂവിങ് ഓൺ ടു നമ്മുടെ അടുത്തത് അർബൻ ടു അർബൻ മൈഗ്രേഷൻ. അതായത് ഈ സിറ്റിയിൽ നിന്നുള്ള സിറ്റി ആ ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ. ഇത് മെയിൻ ആയിട്ടും ബെറ്റർ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കിയിട്ടാണ് ഇത് ആൾക്കാർ മെയിൻ ആയിട്ടും ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയും, ഓ കൊച്ചിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാശ് നമുക്ക് ബാംഗ്ലൂർ പോയി വർക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു സംസാരം ഞാൻ കേട്ടിരുന്നു ഈ അടുത്തായിട്ട്. അപ്പൊ അതാണ് നമ്മുടെ അർബൻ ടു അർബൻ മൈഗ്രേഷന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ജോലി കിട്ടും. നല്ലൊരു ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടും. അങ്ങനെയുള്ള ഒരു ഇത് ലൈക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ ട്ടോ. അപ്പൊ അത് അങ്ങനെ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് മെയിൻ ആയിട്ടും ഒരു ഹൈലി അർബനൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. അതായത് പക്ക പ്യുർ സിറ്റി ഏരിയ. അവിടെ അങ്ങനത്തെ ഉള്ള ഏരിയാസിലൊക്കെ നമ്മളിത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഓക്കെ. പിന്നെ ഇത് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ആണ് മെയിൻ ആയിട്ടും കണ്ടുവരുന്നത്. ഈവൻ ഉണ്ടെങ്കിലും ലൈക്ക്
മെയിൻ ആയിട്ടും ഒബ്സർവ് ചെയ്യുന്നത് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലാണ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ അർബൻ ടു അർബൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത് പല പല സ്റ്റേജസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യമേ തന്നെ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഏരിയാസിൽ നിന്നും സ്മോൾ ചെറിയ ചെറിയ അർബൻ ഏരിയ സെന്റേഴ്സിലോട്ട് അവർ മൂവ് ചെയ്യും. റൂറലിൽ നിന്നും ആദ്യം അർബൻ ഏരിയാസിലോട്ട് മൂവ് ചെയ്യും. അർബൻ ഏരിയയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷനും സ്കില്ലും ഒക്കെ ഗെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവര് വലിയ വലിയ സിറ്റീസിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ ഒരു അർബൻ ടു അർബൻ മൈഗ്രേഷന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റീസ് ഒക്കെ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. സ്മോൾ ടൗൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റൂറൽ ടു അർബൻ മൈഗ്രേഷനും അർബൻ ടു അർബൻ മൈഗ്രേഷനും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴത്തേക്കും ഈ സിറ്റി ഏരിയാസും ടൗൺസും എല്ലാം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു നമ്മുടെ റൂറൽ ടു റൂറൽ മൈഗ്രേഷൻ. എന്താണ് റൂറൽ ടു റൂറൽ മൈഗ്രേഷൻ? നമ്മൾ റൂറൽ ടു അർബൻ കണ്ടു, അർബൻ ടു അർബൻ കണ്ടു. റൂറൽ ടു റൂറൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെയിൻ ആയിട്ടും ഇന്റേണൽ മൈഗ്രേഷൻ ആണ് ഇതിന്റെ ഭൂരിഭാഗമായിട്ടും വരുന്നത്. ഇതും നമ്മുടെ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലാണ് മെയിൻ ആയിട്ടും ലൈക് കാണപ്പെടുന്നത്. അപ്പൊ ഈ റൂറൽ ടു റൂറൽ മൈഗ്രേഷന്റെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഫീമെയിൽ മൈഗ്രൻസിന്റെ ഇടയിലാണ്. ഓക്കെ. ഫീമെയിൽ മൈഗ്രൻസിന്റെ ഇടയിലാണ് റൂറൽ ടു റൂറൽ മൈഗ്രേഷൻ മെയിൻ ആയിട്ടും കണ്ടുവരുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ടും എന്തെങ്കിലും എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ ഒരു റൂറൽ ഏരിയയിൽ നിന്നും മറ്റൊരു റൂറൽ ഏരിയയിലോട്ട് എംപ്ലോയ്മെന്റ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൈഗ്രേഷൻ ആവാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അതുകൂടാതെ തന്നെ മൈഗ്രേഷൻ എപ്പോഴും ഒരു ലോ ഡെൻസിറ്റി, ലോ പ്രൊഡക്ടിവിറ്റി ഉള്ള ഏരിയ അല്ലെങ്കിൽ ലോ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു റൂറൽ ഏരിയയിൽ നിന്നും അത്യാവശ്യം ഒരു ലെസ് ഡെൻസ് ആയിട്ടുള്ള ഒരു ഡെവലപ്പിംഗ് റീജിയൻ, ബെറ്റർ ആയിട്ടുള്ള അഗ്രികൾച്ചർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഏരിയയിലോട്ടാണ് കൂടുതലായിട്ടും നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഒരു ഹൈ ഡെൻസിറ്റി ഏരിയയിൽ നിന്നും ഒരു ലെസ് ഡെൻസിറ്റി ഏരിയയിലോട്ടാണ് നമ്മൾ കൂടുതലായിട്ടും മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ഒരു സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് വുമൻസ് കൂടുതലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മുടെ മാരേജിന് ശേഷമാണ്. അതായത് സ്വന്തം വീട്ടിൽ നിന്നും ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൈഗ്രേഷനും നമ്മുടെ കൂടുതലായിട്ടും വുമന്റെ ഇടയിൽ മെയിൻ ആയിട്ടുള്ള മൈഗ്രേഷൻ അതാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഒരു 1991 സെൻസസ് എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് കാണിച്ചത് 56% റൂറൽ മൈഗ്രൻസും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മൈഗ്രേറ്റ് ചെയ്തത്. ഓക്കെ. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ആയ എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, ബാക്കിയുള്ള റീസൺസ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, അതൊക്കെ ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ ഏറ്റവും ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് മാരേജ് ആണ്. പിന്നെ റൂറൽ മൈഗ്രൻസ് കൂടുതലായിട്ടും മൂവ് ചെയ്യുന്നത് അവർക്ക് ഫാമിലി ഉള്ള, അവർക്ക് സോഷ്യൽ കണക്ഷൻസ് ഒക്കെ ഉള്ള ഏരിയാസിലൊക്കെയാണ് ഈ റൂറൽ മൈഗ്രൻസ് കൂടുതലായിട്ടും റൂറൽ ഏരിയാസിലോട്ട് മൂവ് ചെയ്യുന്നത്. പിന്നെ ഈ റൂറൽ ഏരിയാസിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയാ, കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ വലിയ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ഇപ്പൊ നമ്മൾ അർബൻ സെന്റേഴ്സിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി നമുക്ക് ആലോചിക്കേണ്ടി വരും. അതായത് വാട്ടർ, അത് ഇത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ റൂറൽ ഏരിയാസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഈസിയർ ആണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു നമ്മുടെ അർബൻ ടു റൂറൽ മൈഗ്രേഷൻ. എപ്പോഴാണ് ഒരു അർബൻ ഏരിയയിൽ നിന്നും ഒരു സിറ്റി ഏരിയയിൽ നിന്നും ഒരു വില്ലേജ് ഏരിയ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലോട്ട് എപ്പോഴാണ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്? ആദ്യമേ തന്നെ ഈ അർബൻ ഏരിയാസിൽ നിന്നും റൂറൽ ഏരിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കൗണ്ടർ അർബനൈസേഷൻ എന്ന് പറയുന്നത്. റൂറലിൽ നിന്ന് അർബനിലോട്ട് പോകുമ്പോൾ അർബനൈസേഷൻ, അർബനിൽ നിന്ന് റൂറലിലോട്ട് വരുമ്പോൾ നേരെ തിരിച്ച് കൗണ്ടർ അർബനൈസേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ റിവേഴ്സ് മൈഗ്രേഷൻ, അല്ലെങ്കിൽ പുഷ് ബാക്ക് മൈഗ്രേഷൻ എന്നുള്ള രീതിയിൽ പറയും. ഓക്കെ. ഇത് മെയിൻ ആയിട്ടും 20th സെഞ്ചുറിയിൽ, ഒരു 20th സെഞ്ചുറിയുടെ അവസാനമൊക്കെ ആയപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധിക്കപ്പെടാനായിട്ട് തുടങ്ങിയത്. അത് മെയിൻ ആയിട്ടും നോർത്ത് അമേരിക്കയില്, പിന്നെ വെസ്റ്റേൺ യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ ഒരു ഇത് കണ്ടുവന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ടും ഇതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് തന്നെ എന്താ പറയുക, നമുക്ക് അമ്യൂണിറ്റീസിന്റെ അല്ലെങ്കിൽ റിസോഴ്സസിന്റെ ആ ഒരു കാരണം കൊണ്ടാണ് മെയിൻ ആയിട്ടും അർബൻ ഏരിയാസിൽ നിന്നും റൂറൽ ഏരിയാസിലോട്ട് ആൾക്കാർ മൂവ് ചെയ്യുന്നത്. ഓക്കെ. അവർക്ക് ആവശ്യമായിട്ടുള്ള അമ്യൂണിറ്റീസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഒക്കെ കുറച്ചും കൂടി അവൈലബിൾ ചിലപ്പോൾ റൂറൽ ഏരിയയിലായിരിക്കാം. അപ്പൊ അങ്ങനെ വെച്ചിട്ട് മാത്രമല്ല, ചിലപ്പോൾ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, മോഡേൺ അമ്യൂണിറ്റീസ് ഒക്കെ റൂറൽ ഏരിയാസിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് കുറച്ചുകൂടി സമാധാനം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് റൂറൽ ഏരിയാസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, ചില ആൾക്കാർക്ക് അത്രയും നാളും സിറ്റി ഏരിയയിൽ ജീവിച്ച ആൾക്കാർക്ക് അവർക്ക് നാട്ടിലോട്ട് പോകണം, അല്ലെങ്കിൽ നാടിനോട് ഇണചേർന്ന ലൈക്ക്
ഇതായിട്ട് ഒത്തുചേർന്ന് ഇങ്ങനെ താമസിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരു ശുദ്ധമായ വായു, മൊത്തം പച്ചപ്പും പുല്ലും നിറഞ്ഞ ഒരു അന്തരീക്ഷം, അങ്ങനത്തെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിനൊക്കെ വേണ്ടിയിട്ട് അതെല്ലാം ഈ റൂറൽ ടു അർബൻ ടു റൂറൽ ഏരിയാസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഓരോ റീസൺസ് ആണ്. പിന്നെ അർബൻ ഏരിയാസിൽ മെയിൻ ആയിട്ട് ഭയങ്കര ഓവർ ക്രൗഡിങ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഭയങ്കര ഒരു തിക്കും തിരക്കും മൊത്തത്തില് എല്ലാം കൊണ്ട് നമുക്ക് മൊത്തത്തില് ശ്വാസം മുട്ടിയായിരിക്കും ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ശ്വാസം മുട്ടലുള്ള ആ ഒരു ലൈഫിൽ നിന്ന് അത്യാവശ്യം ഫ്രീ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലോട്ട് വരാനായിട്ടും അതും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ. പിന്നെ റൂറൽ ഏരിയയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം അവിടുത്തെ ആൾക്കാരൊക്കെ തമ്മിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബന്ധം, നല്ലൊരു സോഷ്യൽ കണക്ഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള എക്കണോമി ആണ്. മാത്രമല്ല എന്തെങ്കിലും നമുക്കിപ്പോ ചെറിയൊരു കട വെച്ച് നമുക്കൊരു ബിസിനസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അല്ലാതെയുള്ള ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് റൂറൽ ഏരിയാസ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ ഒരു ട്രെൻഡ്, അതായത് ഒരു അർബൻ ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയയിലോട്ട് വരുന്ന ആ ഒരു ട്രെൻഡ് പൊതുവെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയിലോട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്നും പല കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവര് എന്താ പറയാ 50 ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ തിരിച്ച് ഇന്ത്യയിലോട്ട് സെറ്റിൽ ആവുന്ന, തിരിച്ച് ബാക്ക് ടു ഇന്ത്യയിലോട്ട് വരുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ NRI എന്നൊക്കെ പറയുന്ന അവര് ഇവിടെ തന്നെ സെറ്റിൽ ആവാൻ, നമ്മുടെ നാടാണ് എല്ലാം, നാട്ടിനോട് ചേർന്ന് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് കണ്ടുവരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് മൂവിംഗ് കൊണ്ട് നമ്മുടെ അടുത്ത സ്ലൈഡ്, അർബൻ ടു സബർബൻ മൈഗ്രേഷൻ. എന്താണ് അർബൻ ടു സബർബൻ മൈഗ്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ഇൻട്രാ റീജിയണൽ മൈഗ്രേഷൻ ആണ്. അർബൻ സെന്ററിൽ നിന്നും സബർബൻ സെന്ററിലോട്ടുള്ള മൈഗ്രേഷൻ ആണ്. അതായത് സബർബൻ എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് റൂറലും അതുപോലെ തന്നെ അർബനും കൂടെ ഒരുമിച്ച് ചേർന്നാണ് സബർബൻ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇവിടെ ഇൻട്രാ റീജിയണൽ മൈഗ്രേഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ടും റെഫർ ചെയ്യുന്നത്. സബർബൻ എന്ന് പറയുന്നത് സിറ്റി ആയിട്ട് അഡ്ജസന്റ് ആയിരിക്കാം, എന്നാൽ പക്ക സിറ്റി ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ പക്ക അർബൻ ആയിരിക്കത്തില്ല. അതാണ് ഞാൻ റൂറലും അർബനും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താണ്. റൂറൽ ഉണ്ടോ ഉണ്ട്, അർബൻ ഉണ്ടോ ഉണ്ട്, എന്നാൽ പക്ക അർബൻ ആണോ അല്ല, അങ്ങനത്തെ രീതിയിലുള്ളതാണ് സബർബൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ റൂറൽ ഏരിയാസിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അവര് അർബനൈസേഷൻ ഒക്കെ ഇങ്ങനെ അണ്ടർഗോ ചെയ്യുന്ന ആ ഒരു ചെറിയൊരു ലൈക് വലിയ രീതിയിലല്ല, ചെറിയ രീതിയിലായിരിക്കാം ഈ ഓർഗനൈസേഷൻസ് ഒക്കെ ഈ ഒരു സിറ്റീസ്, ഈ റൂറൽ ഏരിയാസിലൊക്കെ ഉണ്ടാവുക. ഇത് മെയിൻ ആയിട്ടും ആ ഒരു ഓവർ ക്രൗഡിങ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ മൊത്തത്തിലൊരു തിക്കും തിരക്കും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആൾക്കാർ ഒരു അർബൻ ഏരിയയിൽ നിന്നും സബർബൻ ഏരിയയിലോട്ട് വരുന്നത്. മാത്രമല്ല ചിലപ്പോൾ ലാൻഡിന്റെ, ഇപ്പൊ അർബൻ ഏരിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലാൻഡിനൊക്കെ ഭയങ്കര കാശൊക്കെ ആയിരിക്കാം. അവിടെ നിന്ന് നമ്മളൊരു സബർബൻ ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും ലാൻഡിന്റെ കാശ്, അതായത് ഈ വസ്തുവിന്റെ കാശുകളാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിലയൊക്കെ ഭയങ്കരമായിട്ട് കുറയാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അത് കാരണം വരാം. പിന്നെ സിറ്റി ഏരിയാസിലൊക്കെ താമസിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ഓടുകള്, അതായത് ഡ്രെയിനേജ് സിസ്റ്റം ഭയങ്കര എന്താ പറയാ ഭയങ്കര മഴക്കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സഹിക്കാൻ പറ്റത്തില്ല. അത് മാത്രല്ല എയർ പൊല്യൂഷൻ ഉണ്ട്, ട്രാഫിക് ഉണ്ട്. അപ്പൊ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഹസാർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം നമ്മുടെ അർബൻ ഏരിയാസിൽ നിന്ന് സബർബൻ ഏരിയാസിലോട്ട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ സബർബൻ ഏരിയാസിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ്, അത്യാവശ്യം ഒരു അഫ്ലുവന്റും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് ഓഫർ ചെയ്യുന്നതാണ് സബർബൻ ഏരിയാസ് കൂടുതലും. പിന്നെ ഇത് മെയിൻ ആയിട്ടും റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർ അർബനൈസേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു ഒരു എന്താ പറയാ എഫക്റ്റ് ആണ് ഈ അർബൻ ടു സബർബൻ ഏരിയയിലോട്ടുള്ള ഈ ഒരു മൈഗ്രേഷൻ. ഓവർ അർബനൈസേഷൻ, അതായത് ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മുടെ അർബൻ ഏരിയാസിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, പതിയെ സബർബൻ ഏരിയയിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് മെയിൻ ആയിട്ടും ഒരു ഓവർ ആയിട്ടുള്ള അർബനൈസേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു എന്താ പറയാ ഒരു ആഫ്റ്റർ മാത്ത് ആണ്. ഓക്കെ. നെക്സ്റ്റ് മിസലേനിയസ് മൈഗ്രേഷൻ. എന്താണ് മിസലേനിയസ് മൈഗ്രേഷൻ? മിസലേനിയസ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഗവൺമെന്റ് പോളിസീസ് കാരണം, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ പോപ്പുലേഷൻ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പോപ്പുലേഷൻ റിലേഷൻഷിപ്പ് ഒന്ന് സെറ്റ് ആക്കാം, പോപ്പുലേഷൻ സോഴ്സ് റിലേഷൻഷിപ്പ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗവൺമെന്റിന്റെ ചില ഇതുണ്ടാകാം, അതായത് ഗവൺമെന്റ് പോളിസീസ് ഇപ്പൊ ഈ ഒരു ഏരിയയിലുള്ള റിസോഴ്സസ് അത്യാവശ്യം ഭയങ്കര കൂടുതലാണ്, ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടാതെ വേറെ ആൾക്കാർക്കും അത് യൂസ് ചെയ്യാം എന്നുള്ള രീതി വരുമ്പോഴത്തേക്കും അവര് ഗവൺമെന്റ് വേറെ ആൾക്കാരെയും ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു റിസോഴ്സിനനുസരിച്ചുള്ള പോപ്പുലേഷൻ, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും, പുതിയ പുതിയ സിറ്റീസ് ഒക്കെ ഉണ്ടാകും, ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് ഉണ്ടാക്കും. അതായത്
അത്യാവശ്യം സ്പേസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ അവരുടെ ഭയങ്കര പോപ്പുലേറ്റഡ് അല്ല, അത്യാവശ്യം ചെറിയ രീതിയിൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ സിറ്റീസും ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി ആ ഒരു കൺജഷൻ, ആ ഒരു ശ്വാസം മുട്ടലൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു സംഭവം നമ്മളിപ്പോ ഈയിടെയായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്തോനേഷ്യയിലൊക്കെ അവിടെ ജാവയാണ്, നമുക്കറിയാം ജാവയാണ് ഇന്തോനേഷ്യയുടെ ആ ഒരു മെയിൻ ഏരിയ അല്ലെങ്കിൽ മെയിൻ സെന്റർ എന്ന് പറയുന്നത് ജാവയാണ്. അപ്പൊ ജാവയിൽ നിന്ന് നമ്മുടെ ഇന്തോനേഷ്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യും, അവരെ സുമാത്രയിലോട്ടും ബോർണിയോയിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് അവരെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാത്രമല്ല ഇപ്പൊ USSR അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഫാർ ഈസ്റ്റ് റീജിയനിൽ നിന്ന് സൈബീരിയയിലോട്ട് പ്രൊമോട്ടഡ് മൈഗ്രേഷൻ ടു ദ ഫാർ ഈസ്റ്റ് ആൻഡ് സൈബീരിയ, സോറി, അതായത് USSRൽ നിന്ന് ഫാർ ഈസ്റ്റിലോട്ടും സൈബീരിയയിലോട്ടൊക്കെ ആൾക്കാരെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പോളിസീസ് ഒക്കെ ഭയങ്കര ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഓവർ ക്രൗഡിങ് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഏരിയാസിൽ അവിടുത്തെ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്ത് അവിടെ ഒരു ചെറിയൊരു പോപ്പുലേഷൻ ഉണ്ടാക്കിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് മൈഗ്രേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മൈഗ്രേഷൻ എന്താണ് സംഭവം, ഇപ്പോഴത്തെ എന്തൊക്കെയാണ് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ തന്നെ മൈഗ്രേഷൻ ബൈ പ്ലേസ് ഓഫ് ബർത്ത്. ചില ആൾക്കാർ അവർ പറയാറുണ്ട് എന്റെ നേറ്റീവ് പ്ലേസ് ഇവിടെയാണ് പക്ഷെ ഞാൻ ഇവിടെയാണ് ജനിച്ചത് എന്നുള്ളത് അങ്ങനെ പറയാറുണ്ട്. ഞാൻ കേരളത്തിലാണ് എന്റെ നേറ്റീവ് പ്ലേസ് പക്ഷെ ഞാൻ ജനിച്ചത് ചെന്നൈയിലായിരിക്കും. അപ്പൊ മൈഗ്രേഷൻ ബൈ പ്ലേസ് ഓഫ് ബർത്ത് അങ്ങനത്തെ രീതിയിൽ കണ്ടുവരുന്നുണ്ട്. മൈഗ്രേഷൻ ബൈ പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ്, അതായത് അവർ പറയും ഞാൻ ഇങ്ങോട്ടേക്കാണ് മൈഗ്രേറ്റ് ചെയ്തത്, ഞാൻ നേരത്തെ താമസിച്ചിരുന്നത് ബോംബെയിലായിരുന്നു അല്ലെങ്കിൽ ബാംഗ്ലൂരായിരുന്നു എന്നുള്ള മൈഗ്രേഷൻ ബൈ പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ് അങ്ങനെയുള്ള രീതിയിൽ കണ്ടുവരുന്നുണ്ട്. 2001 സെൻസസ് വെച്ചിട്ട് 1028.6 മില്യൺ പീപ്പിൾ ആണ് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ 307 മില്യൺ ആൾക്കാരും ലൈക്ക് ഔട്ട് ഓഫ് 1028.6 മില്യൺ ആൾക്കാരിൽ 307 മില്യൺ ആൾക്കാരും മൈഗ്രൻസ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2001 സെൻസസ് അനുസരിച്ചിട്ട് 1028.6 മില്യൺ ആൾക്കാരിൽ നിന്നും 307 മില്യൺ ആൾക്കാരാണ് മൈഗ്രൻസ് ആയിട്ട് അവർ കണക്കാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മൈഗ്രൻസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മൈഗ്രേഷൻ സ്ട്രീമിന്റെ കേസ് വരികയാണെങ്കിൽ റൂറൽ ടു റൂറൽ മൈഗ്രേഷൻ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു സംഭവമാണ്. റൂറൽ ടു റൂറൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അതില് 54.7% ഇന്റേണൽ മൈഗ്രൻസ് ആണ്. റൂറൽ ടു റൂറൽ ഏരിയയിൽ 54.7% ഇന്റേണൽ മൈഗ്രൻസ് ആണ്. ഇപ്പൊ റൂറൽ ടു അർബൻ മൈഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ 21.1% ഇന്റേണൽ മൈഗ്രൻസ് ആയിരിക്കാം. അർബൻ ടു റൂറൽ ആണെന്നുണ്ടെങ്കിൽ 6.4 ഇന്റേണൽ മൈഗ്രൻസ് ഉണ്ടാകാം. അർബൻ ടു അർബൻ എന്ന് പറയുമ്പോഴത്തേക്കും 14.7 ഇന്റേണൽ മൈഗ്രൻസ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ തന്നെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള റീസൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മാരേജ് ഏറ്റവും മെജോറിറ്റി ഓഫ് റീസൺ ആണ് മാരേജ്. അപ്പൊ 43.8% ഓഫ് ആൾക്കാരും ഇന്റേണൽ മൈഗ്രൻസ് വരുന്നത് മെയിൻലി ഫീമെയിൽസ് വരുന്നത് മാരേജ് കാരണം മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരായിരിക്കാം. പിന്നെ പുതിയൊരു ഹൗസ് ഹോൾഡിലോട്ട്, അതായത് മാറി താമസിക്കുക, അങ്ങനെ മൂവിങ് ടു ന്യൂ ഹൗസ് ഹോൾഡ് 21% ആൾക്കാർ അങ്ങനെ താമസിക്കുന്നുണ്ട്. വർക്ക് കാരണം അല്ലെങ്കിൽ ജോലി കാരണം പോയ ആൾക്കാര് 14.7%. അതിൽ കൂടുതലായിട്ടും മെയിൽസ്, ആണുങ്ങളാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ബർത്തിന്റെ ആ ഒരു ഇത് കാരണം ലൈക്ക് ഇവിടെ മാറി വേറൊരു സ്ഥലത്ത് എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ പറയില്ല എന്റെ കുട്ടിക്ക് ഈ ഒരു സിറ്റിസൺഷിപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബർത്ത് കാരണം മൈഗ്രേറ്റ് ചെയ്യുന്ന 6.7% ഉള്ള ആൾക്കാരുണ്ടാകാം. പഠനത്തിന് വേണ്ടിയിട്ട് 3% ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അവരുടെ ബിസിനസ് ഒക്കെ ഒന്ന് ക്ലച്ച് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ 1.2% ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാരണങ്ങൾ കാരണം വേറെ അല്ലാതെ ചില്ലറ കാരണങ്ങളൊക്കെ കാരണം 9.7 ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മൈഗ്രേഷൻ ഒരു ജെൻഡർ ഡിഫറൻസ് ഉണ്ട്. അതായത് ഫീമെയിൽസ് മെയിൻ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് മാരേജ് കാരണമാണ്. അപ്പോൾ 65% ഓഫ് ഫീമെയിൽസും മാരേജ് കാരണമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്. മെയിൽസിന്റെ കേസസിലാണെന്നുണ്ടെങ്കിൽ അവർ വർക്ക് എംപ്ലോയ്മെന്റ് കാരണം മൈഗ്രേറ്റ് ചെയ്യുന്നത്. അറൌണ്ട് 37% ഓഫ് മെയിൽസ് ആണ് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഈ മൈഗ്രേഷനിൽ തന്നെ റീജിയണൽ ട്രെൻഡ്സ് ഉണ്ട്. എന്താണ് റീജിയണൽ ട്രെൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷൻ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ടുള്ള മൈഗ്രേഷൻ. അത് മാരേജ് കാരണവും ഉണ്ട്, ഫീമെയിൽസിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ മാരേജ് കാരണവും ഉണ്ട്, മെയിൽസിന്റെ ഇടയിൽ കൂടുതലായിട്ടും വർക്ക് കാരണവും ഉണ്ട്. അപ്പൊ ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷൻ ഉണ്ട്. പിന്നെ ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയാസിലോട്ടാണ് കൂടുതലായിട്ടും ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ പോകുന്നത്.
ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മൈഗ്രേഷന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്ത മൈഗ്രേഷൻ നമ്മൾ അളക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് ആൻഡ് പുൾ ഫാക്ടർ. പുഷ് ആൻഡ് പുൾ ഫാക്ടർ ഓർത്ത് വെച്ചോളൂ കേട്ടോ. പുഷ് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ആൾക്കാരെ അവരുടെ കറന്റ് ലൊക്കേഷനിൽ നിന്നും പോവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് തന്നെ എക്കണോമിക് ഹാർഡ്ഷിപ്പ്. അതായത് അവർക്ക് എന്താ പറയാ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല, ജോലി കുറവാണ്, പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർത്ത് കൊറിയ ഏരിയയിലൊക്കെ ആൾക്കാര് സൗത്ത് കൊറിയയിലോട്ട് ഇങ്ങനെ അവര് ലൈക്ക് ഒളിച്ചാണ് വരുന്നത്. ലൈക്ക് ആരും കാണാതെ ഭയങ്കര റിസ്ക് ഒക്കെ എടുത്ത് അവരുടെ ജീവൻ വരെ പണയം വെച്ചൊക്കെയാണ് അങ്ങനെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി കാരണം ഉണ്ടാകാം, എൻവയറമെന്റൽ ഡീഗ്രഡേഷൻ കാരണം ഉണ്ടാകാം. ഓക്കെ, പിന്നെ അതാണ് പുഷ് ഫാക്ടേഴ്സ്. ഒരു സ്ഥലത്ത് നിന്ന് അവരെ പുഷ് ചെയ്ത് കളയുന്നു, പുറത്തോട്ട് കളയുന്ന ഫാക്ടേഴ്സ് ആണ് പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ആകർഷിക്കുന്ന, അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പുതിയ ലൊക്കേഷൻ, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട്. അപ്പൊ ഇതെല്ലാമാണ് അവരെ പുൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതാണ് പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ പുഷ് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എക്കണോമിക് സ്റ്റാഗ്നേഷൻ, നമുക്കിനി എക്കണോമിക്കലി ഫിനാൻഷ്യലി നമുക്ക് വളരാൻ പറ്റില്ല, ആ ഒരു ഇതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നു, അങ്ങനെ എക്കണോമിക് സ്റ്റാഗ്നേഷൻ വരുന്നുണ്ട്. പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോലി സാധ്യതകൾ ഭയങ്കര കുറവാണ്, ജോലിക്ക് കിട്ടുന്ന കാശ് ഭയങ്കര കുറവായിരിക്കാം, അഗ്രികൾച്ചറൽ അതായത് കൃഷി ചെയ്തുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഭയങ്കര കുറവായിരിക്കാം. അപ്പൊ അവരെ ഈ കാര്യങ്ങൾ അവരെ പുഷ് ചെയ്തെടുക്കുന്നു. പിന്നെ പുൾ ചെയ്തെടുക്കുന്ന പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കാം. ജോലിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്, നല്ല ശമ്പളം ഇവിടെ കിട്ടുന്നുണ്ട്, നല്ല ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അർബൻ ഏരിയാസിലൊക്കെ. അപ്പൊ അവരെ പുൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇതാണ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ ഒരു സ്ഥലത്ത് നിന്ന് പുഷ് ചെയ്ത് കളയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകാം, എത്നിക് കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ ഓരോരോ സമുദായങ്ങൾ തമ്മിലുള്ള അടി, ഇടി, പിടി. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇതാ, അവര് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് ഭയങ്കര അടി, ഇടി, അവർക്ക് ഈ ഭയങ്കര കാസ്റ്റസ് ഒക്കെ ഭയങ്കര ഇഷ്യൂ ഉള്ളതല്ലേ. അപ്പൊ അങ്ങനെ എത്നിക് കോൺഫ്ലിക്ട്സ് കാണാൻ പറ്റും. പിന്നെ വാർ, നമ്മുടെ ഗാസയിലൊക്കെ വരുന്ന വാർ, അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ റെപ്രസീവ് റെജീംസ്, അതായത് നമ്മുടെ നോർത്ത് കൊറിയയിലെ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. റെപ്രസീവ് റെജീംസ് ഫോഴ്സിങ് പീപ്പിൾ ടു ഫ്ലീ ദെയർ ഹോംസ്, അവരുടെ വീട് വിട്ട് അവരെ പുറത്തോട്ട് അവരെ ഇതാക്കുന്ന കുറെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ് ഈ വക, അതായത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, എത്നിക് കോൺഫ്ലിക്ട്സ്, വാർ, റെപ്രസീവ് റെജീംസ് ഒക്കെ. പിന്നെ വരുന്ന പുൾ ഫാക്ടേഴ്സ്, എന്താണ് അവരെ വേറൊരു സ്ഥലത്തിലോട്ട്, ഇങ്ങനെയുള്ള ആൾക്കാർ വേറൊരു സ്ഥലത്തിലോട്ട് പുൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അത്യാവശ്യം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ഡെമോക്രസി, അതുപോലെ തന്നെ ഫ്രീഡം ഉണ്ട്, അങ്ങനെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. പിന്നെ അതുകൂടാതെ തന്നെ പ്രോമിസ് ഓഫ് സേഫ്റ്റി ആൻഡ് ഫ്രീഡം, അവർ അവിടെ സുരക്ഷിതരായിരിക്കും, അവർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീഡം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെയൊക്കെയാണ് പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ അടുത്തത് എൻവയറമെന്റൽ ഫാക്ടേഴ്സ്. എൻവയറമെന്റൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്, അതായത് വരണ്ട കാലാവസ്ഥ, അതായത് വരൾച്ച, വരൾച്ച കാരണം ഉണ്ടാകാം. ഡെസർട്ടിഫിക്കേഷൻ, അവിടെ ഭയങ്കരമായിട്ട് ഒരു മരുഭൂമി പ്രദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, നമുക്കറിയാം ലാൻഡ് സ്ലൈഡ്, അല്ലെങ്കിൽ എന്താ പറയാ ഭൂമി കുലുക്കം ഭയങ്കരമായിട്ട് ഉണ്ടാവുന്ന ഏരിയ ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഉള്ള ഫാക്ടേഴ്സ് ആണ് എൻവയറമെന്റൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ട് അവരെ ഒരു സ്ഥലത്ത് നിന്ന് പുഷ് ചെയ്യുന്നത്. ഇനി അവരെ എൻവയറമെന്റൽ റിലേറ്റഡ് പുൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സ് അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്, അതായത് ആവശ്യത്തിൽ കൂടുതലുള്ള നാച്ചുറൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി, ക്ലീൻ ആയിട്ടുള്ള എയർ, പിന്നെ എൻവയറമെന്റൽ കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു ലൊക്കേഷൻ അത്യാവശ്യം ഫേവറബിൾ ആണ്. അതാണ് അവരെ പുൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, പുഷ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പുൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്. പിന്നെ അടുത്താണ് സോഷ്യൽ കോസസ്. എന്തൊക്കെയാണ് സോഷ്യൽ കോസസ് ആയിട്ട് വരുന്നത്? അപ്പൊ ഒരു സോഷ്യൽ കോസസ് റിലേറ്റഡ് ആയിട്ട് അവരെ പുഷ് ചെയ്യുന്നതാണ് എക്കണോമിക് സോഷ്യോ എക്കണോമിക് മാർജിനലൈസേഷൻ, അതായത് അവരുടെ സോഷ്യൽ പരമായിട്ട് അല്ലെങ്കിൽ എക്കണോമിക് പരമായിട്ട് അവരെ മാറ്റി നിർത്തുക, അവരെ ഒരു വേർതിരിച്ച് കാണുക, അങ്ങനെ മാർജിനലൈസേഷൻ ഉണ്ടാവാം. ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, അവരുടെ ആ ഒരു സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ അവരുടെ സ്റ്റാറ്റസ് ഭയങ്കര കുറവായിട്ട് നിൽക്കുക, അപ്പൊ അത് കാരണം അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യണ്ടാവാം. അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് സോഷ്യൽ കസ്റ്റംസ്, ഇപ്പൊ ഈ ഒരു സ്ഥലത്ത് ഇവർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇവർക്ക് അവിടെ കയറി കൂടാ, ഇവരെ അവിടെ അശുദ്ധാക്കും എന്നുള്ള രീതിയിലുള്ള റെസ്ട്രിക്റ്റീവ് സോഷ്യൽ
കസ്റ്റംസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അവര് ആ സ്ഥലത്ത് നിന്ന് അവര് പുഷ് ചെയ്ത് കളയാ ചെയ്യുന്നത്. ഇനി പുൾ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കിയാ, അതായത് സോഷ്യൽ കോസസ് റിലേറ്റഡ് ആയിട്ടുള്ള പുൾ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ആരെയും അങ്ങനെ ഇതാക്കുന്നില്ല, എല്ലാവരെയും എന്താ പറയാ ഉയർത്തിയാണ് പിടിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള അപ്ലിഫ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. രണ്ടാമത്തത് ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. പിന്നെ നല്ല പഠന റിലേറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ കൂടുതലായിരിക്കാം. പിന്നെ എന്താ പറയാ കൾച്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും. സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഏരിയാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓരോ സ്ഥലത്തിലെയും പുൾ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു നമ്മുടെ ഡെമോഗ്രാഫിക് കോസസ്. എന്താണ് ഡെമോഗ്രാഫിക് പരമായിട്ടുള്ള കോസസ് എന്തൊക്കെയാണ്? അപ്പം ആദ്യമേ തന്നെ പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി. നമ്മുടെ ഇത് ഈ ഡെമോഗ്രാഫിക് കോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അർബൻ ടു റൂറൽ ഓർത്താൽ മതി. അതായത് അവിടെ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടാകാം. അഡ്വേഴ്സ് പോപ്പുലേഷൻ റിസോഴ്സ് റേഷ്യോ, അതായത് അവിടെ ഉള്ള റിസോഴ്സിനനുസരിച്ചുള്ള പോപ്പുലേഷൻ അല്ല, റിസോഴ്സ് ഭയങ്കര കുറവായിരിക്കും, പോപ്പുലേഷൻ ഭയങ്കര വലുതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇത്. പിന്നെ ഓവർ പോപ്പുലേഷൻ, ചില ഏരിയാസിലൊക്കെ ഭയങ്കര ഓവർ ആയിട്ടുള്ള പോപ്പുലേഷൻസ് ഉണ്ടാവായിരിക്കാം. അതാണ് ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാരെ വിട്ടു മാറാനായിട്ട് പ്രേരിപ്പിക്കുന്ന പുഷ് ഫാക്ടേഴ്സ്. ഇനി പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലോവർ പോപ്പുലേഷൻ ഡെൻസിറ്റി, അവിടെ അധികം പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഉണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര ഓവർ അല്ല. പിന്നെ ബെറ്റർ ഏജ് ഡിസ്ട്രിബ്യൂഷൻ, അത്യാവശ്യം അവിടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജിനൊക്കെ പറ്റിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ എല്ലാ ഏജിലുള്ള ആൾക്കാരും അവിടെ ഉണ്ട്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ യങ് ഡെമോഗ്രാഫിക്സ്, അതായത് ഒരു എന്താ ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ യങ്സ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യങ് ഡെമോഗ്രാഫിക്സിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അത്യാവശ്യം നല്ലോണം ഉള്ള ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ അത് പുൾ ഫാക്ടേഴ്സ് ആയിട്ട് പറയും, അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു നമ്മുടെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ആൻഡ് ടെക്നോളജീസ്. ഇപ്പൊ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും മൈഗ്രേഷൻ ഒരുപാട് ഗവൺമെന്റ് ആക്ഷൻസിന്, അതായത് ഇപ്പോ എന്താ പറയാ നമ്മുടെ ഇപ്പോ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ മെട്രോ കാരണം ഒരുപാട് ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ആക്ഷൻസ് പരമായിട്ടുള്ള ആൾക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന ഡിസ്പ്ലേസ്മെന്റ്, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ റെഗുലേഷൻ കാരണമായിട്ടുള്ള അങ്ങനെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് വരുന്നുണ്ട്. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, അതായത് കുറച്ചും കൂടി യാത്ര ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഇൻഫർമേഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളയിൽ അങ്ങനത്തെ ഒരു പ്രൊജക്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരെ അങ്ങനെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു ഇഷ്യൂ വന്നായിരുന്നു. ബട്ട് അത് ഒരു മാറ്റിപ്പാർപ്പിക്കൽ ഇഷ്യൂ അത് അങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ട് അത് തന്നെ ട്രാവലിംഗ് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് സൈക്കോളജിക്കൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്തോ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് തോന്നുന്നു, എനിക്ക് വേറെ സ്ഥലത്തിലോട്ട് മാറി താമസിക്കാം, അങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റെഡിനെസ് ആയിരിക്കാം, അതായത് പാസ്റ്റ് മൈഗ്രേഷൻ അല്ലെങ്കിൽ എന്താ പറയാ കറന്റ് ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള സൈക്കോളജിക്കൽ റെഡിനെസ്. അവിടുന്ന് ഈ സ്ഥലത്തോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് കുഴപ്പമുണ്ടായില്ല, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ റെഡിനെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടെ കുറച്ചും കൂടി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം. അങ്ങനെ സൈക്കോളജിക്കലി നമ്മൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് റെഡിയാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഒരു മൈഗ്രേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പുഷ് ഫാക്ടേഴ്സ് ഉണ്ട്, പുൾ ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ അതിനകത്ത് ഡെമോഗ്രാഫിക് ഉണ്ട്, സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്, ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ടെക്നോളജീസ് ഉണ്ട്, സൈക്കോളജിക്കൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അണ്ടറിലൊക്കെയാണ് ആ പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ഒക്കെ വരുന്നത്. അത് ഓർത്തിരിക്കാനായിട്ട് മറക്കരുത്.